വെൽക്കം ബാക്ക് ടു മൈലാഞ്ചി. നമുക്ക് ഇനി നമ്മുടെ പുതിയ അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത ഗായകനെ പരിചയപ്പെടാം. നിസാം. നിസാം നല്ല ഡ്രസ്സിങ്, വൈറ്റ് ആൻഡ് വൈറ്റ്, വെള്ളത്തൊപ്പി. ഇനി പാട്ടുകൂടി ആ പാട്ടിലല്ലേ അതിന്റെ ഒരു എന്താ പറയാ ഒരു തെളിച്ചം പാട്ടിലൂടെ കിട്ടിയാൽ ഓക്കെ അല്ലേ? ഏത് പാട്ട് പാടാൻ പോകുന്നു? ഷരീഫ് കവാടെ ഈ കണ്ണ് നനഞ്ഞു. ഈ കണ്ണ് നനഞ്ഞു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും അതിന്റെ ഒരു ഫീൽ ഉൾക്കൊണ്ട് പാടണം എന്നാണ് പറയാറ്. തിങ്സ് ഇല്ലെങ്കിലും തൊണ്ടയിൽ നിന്ന് അത്രയും തിങ്സ് വന്നില്ലെങ്കിലും ഫീൽ വേണം കൃത്യമായിട്ട്. ഈ കണ്ണ് നിറഞ്ഞു എന്ന് പറയുമ്പോൾ സാധാരണ അത് പാടുമ്പോൾ ഷെരീഫ്ജിയുടെ കണ്ണ് നിറയാറുണ്ടല്ലേ? അപ്പോൾ ഇവിടെ ഞങ്ങളുടെയും കണ്ണ് നിറയ്ക്കണം. ഓൾ ദി ബെസ്റ്റ്. അല്ലാ യാ അല്ലാ കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ, ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ. ജന്മം തന്ന നാദ, ജീവൻ തന്ന താജ, ജന്മം തന്ന നാദ, ജീവൻ തന്ന താജ, കരയാൻ വിധിച്ചവനോ ഞാൻ ഈ ദുനിയാവിൽ, കനലായി തീർത്തവനോ യാ റഹ്മാനല്ലാ. അല്ലാ അല്ലാ യാ അല്ലാ, ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ. കാലമാകെ എന്നിൽ തീമഴയായി പെയ്തിറങ്ങി, ഈ ലോക സൃഷ്ടാവിൽ ഞാൻ എന്നും സങ്കടമേറ്റുപാടി, ഈ കാലമാകെ എന്നിൽ തീമഴയായി പെയ്തിറങ്ങി, ഈ ലോക സൃഷ്ടാവിൽ ഞാൻ എന്നും സങ്കടമേറ്റുപാടി. ഞാൻ നടക്കും വഴികളിൽ ഇന്ന് മുള്ളിൻ മുനകൾ ഏറെയായി, നീയല്ലാതില്ല റബ്ബേ മറുമുഖമായി ചൊല്ലിടാൻ. അല്ലാ അല്ലാ യാ അല്ലാ, ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ, ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ. ജന്മഗോപുരത്തിൽ എന്നും ദുഃഖം കാണുവതാരെ, ഈ കാലമെന്നിൽ എന്നും നിൻ കടാക്ഷം നൽകിടേണേ, ഈ ജന്മഗോപുരത്തിൽ എന്നും ദുഃഖം കാണുവതാരെ, ഈ കാലമെന്നിൽ എന്നും നിൻ കടാക്ഷം നൽകിടേണേ. ഞാനുറങ്ങും രാവുകളിൽ
യാതനകൾ ചൊല്ലിടാൻ നീയല്ലാതാരുണ്ട് അല്ലാ അല്ലാ യാ അല്ലാ. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ, ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ. ജന്മം തന്ന നാദ, ജീവൻ തന്ന താജ, ജന്മം തന്ന നാദ, ജീവൻ തന്ന താജ. കരയാൻ വിധിച്ചവനോ ഞാനീ ദുനിയാവിൽ, കനലായി തീർത്തവനോ യാ റഹ്മാൻ അല്ലാ 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 യാ അല്ലാ. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ. നന്നായിരുന്നു. ഞാൻ കണ്ണടച്ചെന്ന് കേട്ടപ്പോ ശരിക്ക് ഷെരീഫ് ജി പാടുന്ന അതേ ശബ്ദത്തെ ഇമിറ്റേറ്റ് ചെയ്ത് പാടുന്ന പോലെ തോന്നി. ശരിക്കും അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ? എക്സ്പീരിയൻസ് അങ്ങനെ പാടി. ഞാൻ ചോദിച്ചത്, ഒരു പാട്ട് കേട്ട് പഠിക്കുമ്പോൾ നമുക്ക് ആ ഗായകനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഗായകന്റെ ശബ്ദവുമായിട്ട് സാമ്യപ്പെടുത്തി പാടാനായിട്ടുള്ള ശ്രമം ഉണ്ടാവാറുണ്ട്? ഞങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ മിമിക്രിക്കാരന്റെ ആ ഒരു സംഭവമുള്ളതിന്റെ പേരിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് പോകുന്നതാണെന്ന് വിചാരിക്കും. പക്ഷെ ഇതും ഒരു പാട്ടുകാരനിൽ സാധാരണ കേട്ട് പരിചയമായിട്ടുള്ള ആ ശബ്ദമായിട്ട് നമ്മൾ സമയം ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകും അല്ലേ? ഇതൊരു പാട്ടുകാരനിലൊരു ചെറിയ മിമിക്രിക്കാരനുണ്ടല്ലേ? സാറിന് മിമിക്രി ഒന്നും ഇല്ലല്ലേ? ഇല്ലില്ല. ഇല്ല, അതിന്റെ അസ്കിയതൊന്നുമില്ല. ഇല്ലില്ല. ഓക്കെ, എന്ത് തോന്നി ഒറിജിനൽ പാടിയ ആള്? നന്നായിരുന്നു, കുഴപ്പമില്ല. ഒന്ന് രണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. ഒന്ന്, ശ്രുതി കുറച്ചിറക്കി അല്ലേ? ഒരു നോട്ട് കുറച്ചു, അത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കരയാൻ വിധിച്ചവനോ അവിടെ ഒരു ശ്വാസം പിടി, ഞാൻ ഈ ദുനിയാവിൽ അടുത്ത ശ്വാസത്തിൽ, അവിടെയൊക്കെ ഞാൻ ഇങ്ങനെ, അതൊരു പ്രശ്നം. പിന്നെ ഓരോ ഈ ലോക സൃഷ്ടാവിൽ അവിടെ ശ്വാസം പിടിച്ചു, ആ ഒറ്റ വരിയെങ്കിലും ഒരു ഒറ്റ ഇതിൽ പാടണം. പിന്നെ അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പാടവേന്നൊരു എക്സ്ട്രാ സംഗതി പാടി, അതൊന്നും ക്ലിയർ ആയില്ല, ഒരു ക്ലാരിറ്റി ആയില്ല. പിന്നെ അല്ലാ, അതൊന്ന് പാടിയേ. അല്ലാ 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 യാ അല്ലാ. നന്നായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പാടിയതൊന്നും ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അത് അല്ലാ, മേജർ നോട്ടിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അല്ലാ അതെല്ലാവർക്കും ഓരോ തരത്തിലായിരിക്കും, കുഴപ്പമില്ല. എന്നാലും പരമാവധി നന്നാക്കി പാടിയിരുന്നു. നല്ല ഫീലുള്ള പാട്ടിന്റെ സെലക്ഷനും നന്നായി. അതിൽ ഫസ്റ്റ് പാടിയ ഇരുത്തത്തിൽ കുറച്ചൊരു ഔട്ട് ഉണ്ടായിരുന്നു ഇറങ്ങി വരുന്ന സമയത്ത്. പിന്നെ ലാസ്റ്റിലെ പല്ലവിയിൽ അല്ലാ എന്ന് പാടിയ സമയത്തും കുറച്ച് ഔട്ട് വന്നു. വേറൊന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല. സിന്ധു ടോട്ടലി നന്നായിട്ട് പാടി. നിസാമിനെ കാണുമ്പോൾ തന്നെ എനിക്കൊരു കൂൾ എഫക്റ്റ് ആണ്, വൈറ്റില് വെക്കുന്നു ടോട്ടലി. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ആ ഹമ്മിങ് എൻഡിങ് നോട്ട് ഒരു ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റായി. പിന്നെ ലാസ്റ്റ് ആ സംഗതി പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഇംപ്രവൈസ് ചെയ്ത് പാടിയത് നന്നായിട്ടുണ്ട്. നല്ല ഫീലോട് കൂടിയിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്.